ഞാൻ സഞ്ജയ്. ഞാനിത് വന്നിരിക്കുന്ന ഒടിയന്റെ റിവ്യൂമായിട്ടാണ്. മലയാളത്തിൽ എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയാണ് ഒടിയൻ. ഒടിയൻ ഇന്നാണ് കേരളത്തിൽ റിലീസ് ആയിരിക്കുന്നത്. ഇന്ന് ഹർത്താലായതുകൊണ്ട് ഇന്ന് റിലീസ് ചെയ്യില്ല പടം, അങ്ങനെയൊക്കെ കുഴപ്പം ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ പടം കേരളത്തിൽ റിലീസായിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒടിയന്റെ റിവ്യൂയിലേക്ക് കടക്കാം. ഒടിയൻ മാണിക്കന്റെ ഒടിവേലകൾ ഇന്നു മുതൽ കേരളത്തിൽ എല്ലാ തിയേറ്ററുകളിലും ഒടിവേലകൾ വെച്ച് തുടങ്ങും. അപ്പോൾ നമുക്ക് ഒടിയന്റെ മെയിൻ ആയിട്ടുള്ള ആ പ്ലോട്ടിലേക്കൊക്കെ ഒന്ന് വരാം, ആ കഥയിലേക്കും അങ്ങനെയൊക്കെ ഒന്ന് വരാം. ഒടിയൻ എന്ന് പറയുന്ന ഈ കഥ ഒടിയൻ എന്ന ഈ സിനിമ തുടങ്ങുന്നത് തന്നെ വാരണാസിയിൽ വെച്ചാണ്. അവിടെ വെച്ച് നമ്മുടെ മോഹൻലാൽ, അവിടെയൊക്കെയാണ് നമ്മുടെ മോഹൻലാലിന്റെ ഇൻട്രോ, അങ്ങനെയൊക്കെ മോഹൻലാൽ ഒടിയനെ കാണുന്നതും ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഒടിയൻ തേങ്കുറിശ്ശിയിലേക്ക് വരുന്നതും ഒടിയന്റെ പാസ്റ്റും അങ്ങനെയൊക്കെയാണ് ഒരു പ്രതികാരം എന്ന രീതിയിലാണ് ഈ പടം പോയിരിക്കുന്നത്. പിന്നെ ഈ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിരിക്കുന്നത് ലാലേട്ടനും മഞ്ജു വാര്യരും പ്രകാശ് രാജും ഒക്കെയാണ്. പ്രകാശ് രാജാണ് ഈ പടത്തിൽ നെഗറ്റീവ് റോള് വന്നിരിക്കുന്നത്. പടത്തിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മികച്ച ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് പടത്തിലുള്ളത്. ടെക്നിക്കൽ വശം മികച്ചതായിരുന്നു. പിന്നെ ഡയറക്ഷന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നും. കാരണം മെയിനായിട്ടുള്ള ഡയറക്ഷനുള്ള പ്രശ്നം എനിക്ക് തോന്നിയത്, ഈ പടം ഫ്ലാഷ് ബാക്കും പ്രസന്റും കാണിച്ചു തരുമ്പോൾ അത് തമ്മിൽ നമുക്കൊരു ക്ലാഷ് ആകും. ഇതെന്താണ് ഈ നടക്കുന്നത്, ഒരു വല്ലാത്തൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. അത് ഡയറക്ഷന്റെ മെയിൻ ഒരു പ്രശ്നമാണ്. പിന്നെ ഈ പടത്തിൽ സ്റ്റോറി അങ്ങനെയൊന്നും തിരക്കഥയൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ പടത്തിന് ഒരു മാസം എന്ന രീതിയിൽ പടത്തെ സമീപിക്കുകയാണെങ്കിൽ അത് തികച്ചും ഒരു നിരാശയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഈ പടം ഒരു ക്ലാസ് പടമാണ്. ക്ലാസ് എന്ന രീതിയിലാണ് ഈ പടം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പടം ഞാൻ പ്രതീക്ഷിച്ച പോലെ മാസം എന്ന രീതിയിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയത് ക്ലാസ് ആണ്. അതുകൊണ്ട് എല്ലാവരും ക്ലാസ് എന്ന രീതിയിൽ പോയി കാണുക. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിന്റെ അവസാന രംഗങ്ങളൊക്കെ മികച്ചതായിരുന്നു. അതുകൊണ്ട് ഈ ക്ലാസ് എന്ന രീതിയിൽ വരുന്നതുകൊണ്ട് പടത്തിനെ കുറിച്ച് ലാഗ് വരാൻ സാധ്യതയുണ്ട്. അത് പ്രേക്ഷകരെ ഒന്നും മുഷിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് രീതിയിലുള്ള ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫും എബോ ആവറേജ് എന്ന് പറയാം. ക്ലൈമാക്സോട് എടുക്കുമ്പോൾ കുഴപ്പമില്ല പടം. പിന്നെ പടത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഈ ഒടിവിദ്യ എന്ന് പറഞ്ഞത് ചെയ്യുമ്പോൾ ഒടിവിദ്യ ഒരു മരുന്നുണ്ട്, ആ മരുന്നുണ്ടാക്കുന്ന രീതികളൊന്നും ഇത് കാണിച്ചു തരുന്നില്ല. പിന്നെ അത് എങ്ങനെ ഒടിയനാകുന്നു അങ്ങനെയൊക്കെ മനസ്സിലാക്കി നമ്മൾ ലോജിക്കൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് കുറച്ച് ചിന്തിച്ചാൽ മാത്രമേ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവൂ. പിന്നെ പറയാനുള്ളത്, ഈ പടത്തെ ഏതുതരം പ്രേക്ഷകർക്ക് ഈ പടം ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എല്ലാതരം പ്രേക്ഷകർക്ക് ഈ പടം ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ലാലേട്ടൻ ഫാൻസ് പ്രതീക്ഷ അത്രയും വന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ലാലേട്ടൻ ഫാൻസിനും തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ഒരു പടമാണിത്. പിന്നെ ഈ പടത്തിന് ഞാൻ നൽകുന്ന ഒരു റേറ്റിംഗ് 3/5 ആണ്. പിന്നെ ഈ പടം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു നല്ല സിനിമാനുഭവം കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ലാലേട്ടൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ പറയാനുള്ളത്, ഇന്ന് തന്നെ അക്വാമൻ റിലീസ് ആവുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ അക്വാമൻ പോയി കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനടി തന്നെ കാണാം. ഓക്കെ, ബൈ.